കൊല്ലം സെഷൻസ് കോടതി ഫാദർ ആന്റണി ലാസറിനും ഒന്നാം പ്രതി ശശി എന്ന് വിളിക്കുന്ന നെൽസനും മരണം വരെ കഴുത്തിൽ തൂക്കി കൊല്ലാൻ വിധിക്കും. വധശിക്ഷ വിധിക്കും. വധശിക്ഷ വിധിച്ചാൽ തൂക്കാൻ പറ്റില്ല. ജില്ലാ കോടതിക്ക് തൂക്കാൻ വിധിക്കാനുള്ള അധികാരം, തൂക്കി കൊല്ലാനുള്ള അധികാരമില്ല. അത് നേരെ ഹൈക്കോടതിയിലേക്ക് അയക്കുന്നു. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിച്ച് പരിശോധിച്ച് വധശിക്ഷ അനിവാര്യമാണോ എന്ന് നോക്കും. അങ്ങനെ കൺഫർമേഷന് വേണ്ടിയിട്ട് ഇത് അയക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിയുടെ അപ്പീലും വരുന്നു. മറ്റു പ്രതികളും അപ്പീൽ കൊടുക്കും. അവിടെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് ഈ ഫാദർ ആന്റണി ലാസർ ഒഴിച്ച് മറ്റു പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് MK ദാമോദരൻ. അതിൻ്റെയൊക്കെ പണച്ചെലവ് രൂപതയിൽ തന്നെ ആയിരിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ട് ശശി എന്ന് വിളിക്കുന്ന നെൽസണോ മറ്റു പ്രതികൾക്കൊന്നും അത്തരം പണം ചെലവഴിക്കാൻ പറ്റില്ല. ഇനി ഫാദർ ആന്റണി ലാസറിന് വേണ്ടി ഹാജരായതാരെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ അന്നത്തെ കൊടി കെട്ടിയ വക്കീൽ RK ഗാർഗിന്റെ അവസാന കാലത്തെ കേസുകളിൽ ഒന്നുകൂടിയായിരുന്നു. ഈ കേസ് കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹം ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് മരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ.